ആത്മാവേ നിറയണമേ, വരമായൊഴുകണമേ. ആത്മാവേ ജ്വലിക്കണമേ, എന്നിൽ അഗ്നിയായി ജ്വലിക്കണമേ. പാപിയാണു ഞാൻ, അനുതാപിയാണു ഞാൻ, സൗഖ്യദായകനെ എന്നിൽ വന്നു നിറഞ്ഞിടണേ. കർത്താവ് നൽകിയ എല്ലാ ദാനങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവത്തോട് നന്ദിയുള്ളവരായി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വ്യാപരിക്കുവാനായിട്ട് ശ്രമിക്കാം. മക്കളെ, ആത്മാവ് കടന്നു വന്ന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോ എന്റെ ഉള്ളം തുടിച്ചിടുന്നു. എന്റെ ആത്മാവേ എൻ സഹായകനെ എന്നിൽ നിത്യം വസിച്ചിടണേ. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആത്മാവേ നിറയണമേ, വരമായൊഴുകണമേ. ആത്മാവേ ജ്വലിക്കണമേ, എന്നിൽ അഗ്നിയായി ജ്വലിക്കണമേ. ചേർന്ന് പാടാം. ആത്മാവേ നിറയണമേ, വരമായൊഴുകണമേ. എല്ലാവരും ചേർന്ന് ആത്മാവേ ജ്വലിക്കണമേ, എന്നിൽ അഗ്നിയായി ജ്വലിക്കണമേ. ചേർന്ന് പാടാം. ആത്മാവേ നിറയണമേ, വരമായൊഴുകണമേ. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി ആത്മാവേ ആരാധന. ഹല്ലേലൂയ. കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് ചേർന്ന് നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങളുടെ സന്തോഷവും സമാധാനവും എല്ലാം വന്ന് പറയുന്നു. പരിശുദ്ധാത്മാവേ, പ്രത്യേക ദൈവമേ, ഞങ്ങൾ ഇടപെടുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആത്മാവിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സ്തുതിപ്പിന്റെയും ആരാധനയുടെയും സമയമാണ്. പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായം 30 തിരുവചനത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി കർത്താവിനെ സ്തുതിക്കേണ്ടത്, അത് എത്ര വരെ ആകാം എന്ന് വചനത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യബുദ്ധിക്ക് അതീതമായ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് വചനത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് ഈ സ്തുതിപ്പ് ആരാധനയിലേക്ക് പ്രവേശിക്കാം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ആദ്യത്തേത്, എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ഇത് സ്തുതി ആരാധനയുടെ സമയമാണ്. അപ്പോൾ നമുക്ക് ദാനമായി ദൈവം തന്നിട്ടുള്ളത് ഒന്ന് നമ്മളുടെ
ആത്മാവും ശരീരവുമാണ്. ദൈവഛായയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉള്ളത് എല്ലാം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പോൾ സർവശക്തിയും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. സ്തുതിപ്പ്, ആരാധന എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ പകുതി കരങ്ങൾ അല്ല, എൻ്റെ പകുതി ശരീരമല്ല, എൻ്റെ പകുതി ആത്മാവല്ല, എൻ്റെ പകുതി കഴിവല്ല. എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും, എനിക്കുള്ളതെല്ലാം എൻ്റെ സമ്പത്തും എൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ച് ആരാധിക്കുമ്പോഴാണ്, സ്തുതിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രകടമാണ്. അപ്പോൾ സർവശക്തിയും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവേൻ. രണ്ടാമത്തേത്, അവിടുന്ന് അതിനും ഉപരിയാണ്. നമ്മുടെ സ്തുതിപ്പുകൾക്കെല്ലാം ഉപരിയാണ് കർത്താവ്. നമ്മൾ എത്ര സ്തുതിച്ചാലും, ദൈവസ്തുതി എത്ര സ്തുതിച്ചാലും അധികമാകത്തില്ല. നമ്മുടെ സ്തുതിപ്പുകൾക്കെല്ലാം ഉപരിയാണ് നമ്മുടെ കർത്താവ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ ശക്തികളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതിൽ നീ ലജ്ജിക്കരുത്. പാപത്തിൽ ജീവിക്കുമ്പോൾ അവന് കർത്താവിനെ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് നാം പ്രാർത്ഥിച്ച് ഈ ആരാധന, ഈ സ്തുതിപ്പ് ആരംഭിച്ചത്. അപ്പോൾ സർവശക്തിയും ഉപയോഗിച്ച്, സകല കഴിവും ഉപയോഗിച്ച് ഈ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. തളർന്നു പോകരുത്. സ്തുതിക്കുമ്പോൾ തളർന്നു പോകരുത്. തളർന്ന വ്യക്തിക്ക് ഒത്തിരി വലിയ ഉച്ചത്തിൽ സ്തുതിക്കാനായിട്ട് സാധിക്കത്തില്ല. തളർന്നു പോകാതെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവേൻ. അടുത്തത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ഈ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ നമ്മൾ എത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര സ്തുതിച്ചാലും പരിധിയിൽ എത്തുകയില്ല. ഞാൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മക്കളാകരുത്, മക്കളായതുകൊണ്ട് അമ്മേ അപ്പ എന്ന് വിളിക്കണം. കർത്താവിനെ എത്ര സ്തുതിച്ചാലും അധികമാകുകയില്ല, പരിധിയിൽ ആവുകയില്ല. ഈ കർത്താവിനെ നമുക്ക് പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ദൈവം നമുക്ക് ദാനമായി നൽകിയ കരങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് പാടാം, ആരാധിക്കാം. ആരാധിക്കാം, വാഴ്ത്തിപ്പാടി ആരാധിക്കാം. അഭിഷേകത്താൽ നിറയാൻ ആരാധിക്കാം. പാടാം, ആരാധിക്കാം, വാഴ്ത്തിപ്പാടി ആരാധിക്കാം. അഭിഷേകത്താൽ നിറയാൻ ആരാധിക്കാം. കരമുയർത്തി അടിച്ചോണ്ട് തപ്പുകെട്ടി കിന്നരങ്ങൾ വീട്ടിയാടിടാ, ഏറ്റുപാടി ഏറ്റുപാടി ആത്തുപാടിടാ. തപ്പുകൊട്ടി കിന്നരങ്ങൾ വീട്ടിയാടിടാ, ഏറ്റുപാടി ഏറ്റുപാടി ആത്തുപാടിടാ. പടരും തീജ്വാലയ അലകടലിൻ തിരമാലകൾ പോ അണയും എന്നാത്മനേ പാടി ആരാധിക്കാം. കത്തിപ്പടരും തീജ്വാലയ അലകടലിൻ തിരമാലകൾ പോ അണയും എന്നാത്മനേ പാടി ആരാധിക്കാം. തപ്പുകൊട്ടി കിന്നരങ്ങൾ വീട്ടിയാടിടാ, ഏറ്റുപാടി ഏറ്റുപാടി ആത്തുപാടിടാ. തപ്പുകൊട്ടി കിന്നരങ്ങൾ വീട്ടിയാടിടാ, ഏറ്റുപാടി ഏറ്റുപാടി ആത്തുപാടിടാ. പാടാം, ആരാധിക്കാം, വാഴ്ത്തിപ്പാടി ആരാധിക്കാം. അഭിഷേകത്താൽ
ഏറ്റുപാടി ഏറ്റുപാടി ആർത്തുപാടിടാ, തപ്പുകൊട്ടി കിന്നരങ്ങൾ വീട്ടിയാടിടാ, ഏറ്റുപാടി ഏറ്റുപാടി ആർത്തുപാടിടാ, ഒരിക്കൽ കൂടി അങ്ങ് സ്തുതിക്കാനും അങ്ങ് മഹത്വപ്പെടുത്താനും അങ്ങ് ആരാധിക്കാനും ഞങ്ങൾക്ക് ജീവൻ തന്ന, ഞങ്ങൾക്ക് വിശ്വാസം തന്ന, ഞങ്ങൾക്ക് കൃപ തന്ന നാളിതുവരെ അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവൻ അവിടുത്തെ ദാനമാണെന്ന് അറിയുന്നു. അങ്ങയെ സ്തുതിക്കാതെ അങ്ങയെ ആരാധിക്കാതെ ഒരു ദിവസം പോലും ആരംഭിക്കാനോ ഒരു ദിവസം പോലും അവസാനിപ്പിക്കാനോ ഞങ്ങൾക്ക് ഇടപെടാതെ ഓരോ നിമിഷവും ഇടപെടാതെ അങ്ങയെ സ്തുതിക്കുവാൻ, ലോകം മുഴുവനും അങ്ങേക്ക് സാക്ഷികളായി തീരുവാൻ, അവിടുത്തെ നാമം ലോകം മുഴുവനും അറിയിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മ വരങ്ങളാൽ ഞങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ശക്തിയും ഉപയോഗിച്ച് അങ്ങയെ സ്തുതിക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും അധികമാവുകയില്ല എന്ന് വചനത്തിലൂടെ ഞങ്ങളോട് വെളിപ്പെടുത്തി തന്ന കർത്താവേ, അങ്ങയെ ആരാധിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല, അങ്ങയെ സ്തുതിക്കാതെ ഞങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സന്തോഷത്തോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ അങ്ങ് തരുന്ന ദാനങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഇവിടെ ഒരു വചനം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്നാണ്. എല്ലാ സമയവും സന്തോഷത്തോടെ ഇരിക്കുവിൻ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ, അതിൻ്റെ 16-17 വചനങ്ങളിൽ വളരെ വ്യക്തമായി എങ്ങനെയാണ് ഒരു വ്യക്തി, ഈ വചനം കേൾക്കുന്ന അല്ലെ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടത് എന്ന് വചനം പറയുകയാണ്. വായിക്കാമോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സന്തോഷത്തോടെ ഇരിക്കണം. 24 മണിക്കൂറും ഉറങ്ങാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറും നിരാശപ്പെടാൻ വചനം പറഞ്ഞിട്ടില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്നാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വീണ്ടും ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് വെച്ചാൽ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചു, വൈകിട്ട് അങ്ങനെ ക്രമമില്ല പ്രാർത്ഥനയ്ക്ക്. ഇടവിടാതെ ദൈവവിചാരം ഏകവിചാരമാക്കിക്കൊണ്ട് ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അതിനോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അപ്പോൾ നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഉപകാരം ചെയ്തു തന്ന, അല്ലെങ്കിൽ നിങ്ങൾ വളർത്തിയ മക്കൾ വലിയ ദൈവസന്നിധിയിലൊക്കെ ആയി കഴിയുമ്പോൾ വന്നൊരു അമ്മ അല്ലെങ്കിൽ പപ്പ എനിക്ക് ഈ സഹായം ചെയ്തു തന്നുകൊണ്ടാണ്, അല്ലെ എനിക്ക് ജന്മം തന്നതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്ന് പറയുമ്പോൾ മാതാപിതാക്കളായി നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ദൈവഛായയിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം സന്തോഷിക്കുകയാണ്. ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, ഇങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ വചനമനുസരിച്ച് രോഗികൾ സുഖപ്പെടുന്നു. സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പാപികൾ മേൽ കർത്താവ് അനുതപിക്കുന്ന പാപികളുടെ മേൽ കരുണ ചൊരിയുന്നു. സന്തോഷത്തോടെ സ്തുതിക്കുന്നവരിൽ കർത്താവ് തൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. നമുക്ക് പാടി ആരാധിക്കാം. വിശ്വാസത്താൽ വിളിക്കുന്ന രോഗികൾക്ക്. സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കൃപ തന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുക. വിശ്വാസത്താൽ വിളിക്കുന്ന രോഗികൾക്കും സങ്കടത്താൽ പ്രാർത്ഥിക്കുന്ന പാപികൾക്കും സന്തോഷത്താൽ സ്തുതിക്കുന്ന മാനവർക്കും അഭിഷേകം ചൊരിയുന്ന ആത്മരൂപനെ. വിശ്വാസത്താൽ വിളിക്കുന്ന രോഗികൾക്കും സങ്കടത്താൽ പ്രാർത്ഥിക്കുന്ന പാപികൾക്കും സന്തോഷത്താൽ സ്തുതിക്കുന്ന മാനവർക്കും അഭിഷേകം ചൊരിയുന്ന ആത്മരൂപനെ. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. വിശ്വാസത്താൽ വിളിക്കുന്ന രോഗികൾക്കും സങ്കടത്താൽ പ്രാർത്ഥിക്കുന്ന പാപികൾക്കും സന്തോഷത്താൽ സ്തുതിക്കുന്ന മാനവർക്കും അഭിഷേകം ചൊരിയുന്ന ആത്മരൂപനെ. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും
സ്തുതിക്കാൻ ഒരു നിമിഷം കൂടി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത്, ആത്മാവിൽ ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനെ ഓർത്ത്, കൃപ തന്ന് അനുഗ്രഹിക്കുന്നത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. കാവൽ വിളക്കായി നിൽപ്പവനെ, കാരുണ്യസാഗരമേ പരനെ, സാത്താന്റെ കയ്യിലകപ്പെടാതെ ഞങ്ങളെ എന്നെന്നും രക്ഷിക്കുന്ന നല്ല ഇടയ. കാവൽ വിളക്കായി നിൽപ്പവനെ, കാരുണ്യസാഗരമേ പരനെ, സാത്താന്റെ കയ്യിലകപ്പെടാതെ ഞങ്ങളെ എന്നെന്നും രക്ഷിക്കുന്ന നല്ല ഇടയ. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നനയ്ക്കുന്ന നേരത്തരികിൽ വരും, കണ്ണീരു തുടയ്ക്കുന്ന പൊന്നു ദൈവമേ, ഞങ്ങളൊന്നു ചേർന്നു നിന്നെ പാടി സ്തുതിക്കും, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ നനയ്ക്കുന്ന നേരത്തരികിൽ വരും, കണ്ണീരു തുടയ്ക്കുന്ന പൊന്നു ദൈവമേ, ഞങ്ങളൊന്നു ചേർന്നു നിന്നെ പാടി സ്തുതിക്കും, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. വിശ്വാസത്താൽ വിളിക്കുന്ന രോഗികൾക്കും, സങ്കടത്താൽ പ്രാർത്ഥിക്കുന്ന പാപികൾക്കും, സന്തോഷത്താൽ സ്തുതിക്കുന്ന മാനവർക്കും, അഭിഷേകം ചൊരിയുന്ന ആത്മരൂപനെ. വിശ്വാസത്താൽ വിളിക്കുന്ന രോഗികൾക്കും, സങ്കടത്താൽ പ്രാർത്ഥിക്കുന്ന പാപികൾക്കും, സന്തോഷത്താൽ സ്തുതിക്കുന്ന മാനവർക്കും, അഭിഷേകം ചൊരിയുന്ന ആത്മരൂപനെ. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. നിന്നെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരില്ല, എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കും. സ്തുതിച്ചാലും മതി വരില്ല, ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ സന്ധ്യ ഞങ്ങൾ കാണുമോ എന്ന് അറിയില്ല കർത്താവേ. ഒരു ദിവസം കൂടി അങ്ങേ സ്തുതിക്കാൻ ഞങ്ങളുടെ നാവുകൾക്ക് ശക്തി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്തുതിക്കാൻ അല്ലെങ്കിൽ ആരാധിക്കാൻ ആര് സമ്മതിക്കത്തില്ല? സാത്താൻ സമ്മതിക്കത്തില്ല. നമ്മുടെ സ്തുതിപ്പ് അതുകൊണ്ടാണ് പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സാത്താൻ ഇടപെട്ട് നമ്മുടെ നാവിനെ ഓക്കെ നീ സ്തുതിക്കൊന്നും വേണ്ട, നീ ആരാധിക്കൊന്നും വേണ്ട. അതേസമയം 100-ാം സങ്കീർത്തനം പറയുന്നത് ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ്. ഭൂമിയിലുള്ള നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ, ഓശാന തിരുനാൾ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ആരാധിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ എന്നെ ആർപ്പ് വിളിക്കും എന്നറിയുക. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട
ദൈവകൃപ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും കൃപ ലഭിച്ച, രോഗികളെ സുഖപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, ലോകത്തിന് മുഴുവൻ സാക്ഷിയായി ജീവിക്കാൻ 33 വർഷക്കാലം നമ്മളെ സ്നേഹിച്ചത് മതിയാകഞ്ഞിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ എന്നും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളിൽ നിറയുന്ന ഈ കർത്താവിനെ ആരാധിക്കാതെ, സ്തുതിക്കാതെ, മഹത്വപ്പെടുത്താതെ ഒരു ദിവസം പോലും ആരംഭിക്കാനും പാടില്ല, ഒരു ദിവസം പോലും അവസാനിപ്പിക്കാനും പാടില്ല. അപ്പോൾ ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ, ഭൂമിയിലുള്ളവർ മുഴുവൻ കർത്താവിനെ ആരാധിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്തുതിക്കാതിരിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ആര് വന്ന്? സാത്താൻ വന്ന് ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയ്ക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ വന്ന വചനത്തിൻ്റെ ശക്തി നമ്മൾ എടുത്തുകൊണ്ട് പോകും. നാം വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി വചനത്തിൻ്റെ ശക്തി നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ സാത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ സാത്താനെതിരെയാണ് നമ്മുടെ സ്തുതിപ്പ്, കർത്താവിന് വേണ്ടിയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആരാധന. അപ്പോൾ ദൈവ വിചാരം ഏകവിചാരമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നാളിതുവരെ നമുക്ക് ആരോഗ്യവും ആയുസ്സും കൃപയും തന്ന് പരിശുദ്ധാത്മാവിൽ നമ്മളെ നിറച്ച എല്ലാ ദാനങ്ങളും തന്ന്, നമുക്കറിയാം ഇന്നലെ സന്ധ്യ കണ്ടിട്ടുള്ള പലരും ഈ സന്ധ്യ കാണാതെ കടന്നുപോയി. ഒരുപക്ഷെ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് പലവിധ രോഗങ്ങളാൽ, അപകടങ്ങളാൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയപ്പോഴും നമുക്ക് ഒരു സന്ധ്യ കൂടി, ഒരു ദിവസം കൂടി കർത്താവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും തന്ന ദാനങ്ങളെ ഓർത്ത്, കൃപകളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, നമുക്ക് ക്ഷീണം തോന്നാതിരിക്കട്ടെ, സകല ശക്തിയും ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. Rafa എന്നെ സൗഖ്യമാക്കും, അടിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് നോക്കട്ടെ. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മാ യഹോവ എന്നും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മാ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല
സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. 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 Praise the Lord. Hallelujah. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സംശയ മനസ്കനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് എന്നാണ്. അപ്പോൾ കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് ദൈവം തന്ന അനുഗ്രഹം, അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ഞാൻ ഇത്ര സ്തുതിക്കണോ, ഞാൻ ഇത്രയും ഒച്ചത്തിൽ ആരാധിക്കണോ, എത്രയും എൻ്റെ കരങ്ങൾ അത്രയും സ്വർഗത്തിലേക്ക് ഉയർത്തണോ? അപ്പോൾ ഇങ്ങനെ സംശയത്തോടെ, അല്ലെങ്കിൽ ഈ കർത്താവിനെ ഇത്ര നാൾ സ്തുതിച്ചിട്ട് എനിക്കൊരു അനുഗ്രഹം കർത്താവ് തന്നില്ലല്ലോ, എൻ്റെ രോഗങ്ങളൊന്നും മാറ്റിയില്ലല്ലോ, എൻ്റെ പീഡകളിൽ യാതൊരു മാറ്റവുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 33 വർഷക്കാലം, 30 വർഷം രഹസ്യ ജീവിതവും 3 വർഷം പരസ്യ ജീവിതത്തിന് വേണ്ടി 40 ദിവസം മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു വന്ന യേശുവിനെ പീഡകളാൽ മരിക്കണമെന്നുള്ള ദൈവ നിശ്ചയമായിരുന്നെങ്കിൽ ഈ പരിശുദ്ധ അമ്മയ്ക്ക് വേദനയില്ലാതിരുന്നില്ല. പരിശുദ്ധ അമ്മയല്ലാതിരുന്നില്ല. വചനത്തെ മാനിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ സംശയത്തോടെ, ചഞ്ചല ചിന്തയോടെ കർത്താവിനെ ആരാധിക്കാനോ സ്തുതിക്കാനോ മഹത്വപ്പെടുത്താനോ നമ്മൾ എവിടെയായിരുന്നാലും, ഭവനത്തിലായിരുന്നാലും ദേവാലയത്തിലായിരുന്നാലും ധ്യാനകേന്ദ്രങ്ങളായിരുന്നാലും, അവിടെ അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല എന്ന് വചനം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്, എൻ്റെ അഭിഷേകത്തെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ മാനിച്ച് സംശയത്തോടെ ചഞ്ചല പ്രകൃതിയുള്ള എനിക്ക് ഇതുവരെ കർത്താവിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ ഇതുവരെ ജീവിച്ചത്, അപ്പോൾ ഇനിയുള്ള എൻ്റെ ജീവിതകാലം കർത്താവിനെ സംശയിക്കാതെ, കർത്താവിൻ്റെ അടുത്തുള്ള സ്വത്ത് ലോകത്ത് വേറെ ആരടുത്തും ഇല്ല എന്ന് ചിന്തിച്ച്, കർത്താവ് സമയമാകുമ്പോൾ കർത്താവിലേക്ക് ഞാൻ തിരിയുമ്പോൾ കർത്താവിനിലേക്ക് തിരിയുന്ന കർത്താവാണ്. ഹൃദയം കർത്താവിന് സമർപ്പിച്ചാൽ, ഹൃദയം തുറന്നു തന്നാൽ നമ്മളിലേക്ക് കടന്നു വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആത്മാവിൽ നിറഞ്ഞ സന്തോഷത്തോടെ, സംശയമില്ലാതെ, ചഞ്ചല പ്രകൃതിക്കാരിയാകാതെ ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ഞങ്ങളുടെ ആത്മാവിന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി വചനത്തെ മാനിക്കുന്ന കർത്താവാണല്ലോ. ആത്മാവിനെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വചനത്തിന്റെ
അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിന്റെ താരങ്ങളാൽ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ.